ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരത്തിന് പിന്തുണയേറുമ്പോൾ CITU-വിനെ ഇറക്കി പ്രതിരോധിക്കുകയാണ് സർക്കാർ. സമാന ആവശ്യങ്ങൾ ഉന്നയിച്ച ആലപ്പുഴയിലും കോഴിക്കോട്ടും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ CITU-വിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലെ സമരത്തിൽ ആരും പങ്കെടുക്കരുതെന്ന CITU-വിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് 200ഓളം ആശാപ്രവർത്തകർ പ്രതിഷേധത്തിനെത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ ധർണ നടത്തിയത്. പിന്തുണയുമായി CITU ഒഴികെയുള്ള ഭൂരിഭാഗം ട്രേഡ് യൂണിയൻ നേതാക്കളും എത്തി. അതേസമയം തന്നെ കളക്ടറേറ്റിന് 100 മീറ്റർ മാറിയുള്ള പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ CITU-വും പ്രതിഷേധിച്ചു. സമരം കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് മാത്രം. ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുമെന്നാണ് ചിലർ പ്രസംഗിപ്പിച്ചിട്ടിരിക്കുന്നത്. എങ്ങനെ പാഠം പഠിപ്പിക്കുമെന്ന്? ഞങ്ങളുടെ കൂടെ ലക്ഷക്കണക്കിന് തൊഴിലാളിയാണുള്ളത്. അതൊരു സുപ്രഭാതത്തിൽ മുകളിൽ നിന്നിങ്ങനെ പൊട്ടി വീണതല്ല. അതെല്ലാം നല്ല തീച്ചൂളയിലൂടെ വളർന്നു വന്നിട്ടുള്ളതാണ്. സമരങ്ങൾ ചെയ്ത് വളർത്തിയെടുത്തിട്ടുള്ളതാണ് CITU-ന്റെ ഈ കേരളത്തിന്റെ ശക്തി. ആദായ നികുതി ഓഫീസിന് മുന്നിലായിരുന്നു കോഴിക്കോട്ട് CITU-വിന്റെ സമരം. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നയാ പൈസ ആശമാർക്ക് തരാതിരുന്ന സമയത്ത് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തിയിട്ടുണ്ട്. ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ കാണാൻ കഴിയുന്നത്. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ ആരും ഭയപ്പെടുത്തിയിട്ടില്ലെന്ന വിശദീകരണവുമായി LDF കൺവീനറും രംഗത്തെത്തി. ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അവരെ മോശമാവുക, അവരെ ഭീഷണിപ്പെടുത്തുക എന്ന നിലപാടൊന്നും CITU സ്വീകരിക്കുന്നില്ല. അത് വെറുതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമേ അതിനെ കാണാൻ കഴിയൂ. ആശാപ്രവർത്തകർ നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന പ്രതിരോധം തീർക്കാൻ വരും ദിവസങ്ങളിലും CITU സമരങ്ങൾ സംഘടിപ്പിക്കും. ഭൂരിഭാഗം ആശാപ്രവർത്തകരും സമരത്തിനൊപ്പമില്ല എന്നുള്ള രാഷ്ട്രീയ മറുപടിയാണ് ബദൽ സമരങ്ങളിലൂടെ CPM നൽകുന്നത്. ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.